ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ഈസി ആയിട്ടും യമ്മി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഹണി കേക്ക് റെസിപ്പിയാണ്. നമ്മൾ ഇന്ത്യൻ ബേക്കറീസിലൊക്കെ കാണുന്ന പോലത്തെ യമ്മി ആയിട്ടൊരു ഹണി കേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 240 ml കപ്പിന് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട 2 എണ്ണം, ലാർജ് സൈസിലുള്ള എഗ്ഗാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ എഗ്ഗാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണം എടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നതുകൊണ്ടാണ് 1/4 കപ്പ് ചേർക്കുന്നത്. ഹോം മെയ്ഡ് ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കേക്കിന് മധുരം കുറച്ച് കുറയും. നല്ല ക്രീമി ആവുന്നവരെ ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. മൊത്തമായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കരുത്, കട്ട പിടിച്ച് പോകും. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓറഞ്ച് ജ്യൂസ് തന്നെ ചേർക്കുക. നല്ല ടേസ്റ്റാണ്, പാലിനേക്കാളും ടേസ്റ്റാണ് ഓറഞ്ച് ജ്യൂസ്. ഇനി ഓറഞ്ച് ജ്യൂസ് വേണ്ടാത്തവർക്ക് പാല് ചേർക്കാവുന്നതാണ്. 1/2 കപ്പ്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് 1/4 കപ്പ് നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാം. 1/2 കപ്പ്. അത് രണ്ടും ഒരേ കൺസിസ്റ്റൻസിയിലാകുന്നവർ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനൊരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഓവൻ ആദ്യം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനിടണം. ഒരു 180 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിടുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 35 to 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളം, അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂണ് മിക്സ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള ഫ്രൂട്ട് ജാം ആണെങ്കിൽ അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഹണിയും കൂടി ചേർത്ത് ഇതേപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക. പാത്രം ചൂടാക്കണം എന്നില്ല, ഓൾറെഡി നമ്മൾ പാത്രം ചൂടാക്കിയതുണ്ട്. നമ്മുടെ വെള്ളം തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. കേക്ക് നന്നായി തണുത്തു. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹണി സിറപ്പ് ഉപയോഗിച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, സിമ്പിളാണ്, ഇതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് മിക്സ് ഫ്രൂട്ട് ജാമാണിത്. ഈ ജാം ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ അല്പം സിനമൺ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, ഹണിയും സിനമണൊക്കെ ആയിട്ട് ചേർന്ന് വരുമ്പോൾ. ഇതേപോലെ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് ചെയ്യുക. ഇതേപോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷനും കൂടിയിട്ടാണ്. ഡെക്കറേഷൻ മാത്രമല്ല, ടേസ്റ്റും കൂടിയാണ്. കോക്കനട്ടും ജാമും ഹണിയും ഓറഞ്ച് ജ്യൂസൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. കേക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഓരോ പ്രാവശ്യം കേക്ക് സ്ലൈസ് ചെയ്യുമ്പോഴും നൈഫ് ഒന്ന് വൃത്തിയാക്കുക. കത്തി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ഇന്ത്യൻ ബേക്കറി സ്റ്റൈൽ ഹണി കേക്കാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.